നമസ്കാരം, ഋഷി പ്രോക്തൻ ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നൊരു മുദ്രയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. മുഷ്ടിക മുദ്ര എന്നുള്ള മുദ്രയാണ് അവതരിപ്പിക്കുന്നത്. വളരെയേറെ ഗുണം ചെയ്യുന്ന മുദ്രയാണ്. സമാനമായിട്ട് വേറൊരു മുദ്ര കൂടിയുണ്ട്. മുഷ്ടി മുദ്ര എന്നാണ് അതിന്റെ പേര്. തമ്മിൽ ഫലങ്ങളിൽ അന്തരമുണ്ട്. മുഷ്ടി മുദ്ര ഞാൻ വേറൊരു ദിവസം അവതരിപ്പിക്കുന്നതാണ്. ഇത് മുഷ്ടിക മുദ്ര നിരവധി ഗുണങ്ങളുള്ള മുദ്രയാണ്. മുദ്രയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ബെൽ ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്താൽ ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്, അത് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മുഷ്ടിക മുദ്ര എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. രണ്ട് കൈയിലും പ്രത്യേകമായിട്ട് ചെയ്യേണ്ട മുദ്ര തന്നെയാണ്. രണ്ട് കൈയിലും ഒരേപോലെ ചെയ്യേണ്ട മുദ്ര കൂടിയാണ്. മുഷ്ടിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ വാക്കിൽ തന്നെയുണ്ട്. കൈയുടെ വിരലുകളെല്ലാം മടക്കി പിടിക്കുന്നതിനാണ് മുഷ്ടി അല്ലെങ്കിൽ മുഷ്ടിക എന്ന് പറയുന്നത്. മുഷ്ടിക മുദ്ര ചെയ്യുന്നത് ചൂണ്ടുവിരലിന്റെയും മോതിര വിരലിന്റെയും ഇടയിൽ കൂടെ മുകളിലേക്ക് തള്ളവിരലിന്റെ അഗ്രം വരുന്ന രീതിയിൽ ഇപ്രകാരം കടത്തി വെച്ചുകൊണ്ട് മറ്റ് 4 വിരലുകളും അമർത്തി കൈവെള്ളയിൽ വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് വലതു കൈയിലും ഇപ്രകാരം ചെയ്യാം. നടുവിരലിന്റെയും മോതിര വിരലിന്റെയും ഇടയ്ക്കുകൂടി ഇപ്രകാരം തള്ളവിരലിന്റെ അഗ്രഭാഗത്തെ കയറ്റി വെച്ചതിന് ശേഷം മറ്റു 4 വിരലുകളും ഇപ്രകാരം മടക്കി അമർത്തി പിടിക്കുക. ഇപ്രകാരമാണ് മുഷ്ടിക മുദ്ര ചെയ്യേണ്ടത്. തള്ളവിരലിന്റെ അഗ്രഭാഗം മോതിര വിരലിന്റെയും നടുവിരലിന്റെയും ഇടയ്ക്കുകൂടി മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നു, വെളിയിലേക്ക് വെക്കുന്നു. രണ്ട് കൈയിലും അതുപോലെ വെച്ചതിന് ശേഷം സ്വസ്ഥമായി ഏതെങ്കിലും സിറ്റിംഗ് പോസ്റ്ററിൽ ഇരിക്കുക. സുഖാസനം, സിദ്ധാസനം, പത്മാസനം തുടങ്ങി നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇരിക്കുക. അതല്ലെങ്കിൽ കസേരയിൽ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും ഈ മുദ്ര നിങ്ങൾക്ക് ചെയ്യാം. നട്ടല് നിവർത്തി, കഴുത്ത് നിവർത്തിയിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിനുശേഷം ഇപ്രകാരം കാൽമുട്ടുകളിലോ തുടകൾക്ക് മുകളിലോ കൈ ഇതുപോലെ വിശ്രമിപ്പിക്കാവുന്നതാണ്. കൈകൾ കമഴ്ത്തി വെച്ചാലും കുഴപ്പമില്ല. ഇപ്രകാരം വെച്ചതിന് ശേഷം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇരിക്കുക. ഇത് തലവേദനയുള്ളപ്പോഴാണ് ചെയ്യേണ്ടത്. ഈ മുദ്ര തലവേദനയുള്ളപ്പോൾ ചെയ്താൽ തലവേദന തീർച്ചയായിട്ടും ഇല്ലാതാകുന്നതാണ്. തലവേദന, ശക്തിയായിട്ടുള്ള തലവേദന, നിത്യവും തലവേദനയുള്ള ധാരാളം ആൾക്കാരുണ്ട്. നിരന്തരം തലവേദന വന്ന് വളരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് തലവേദന വരുമ്പോൾ പരീക്ഷിച്ചു നോക്കാവുന്ന ഒരു മുദ്രയാണിത്. തലവേദനയുള്ളപ്പോൾ നിങ്ങൾക്ക് തലവേദന കുറയുന്നത് വരെ ചെയ്യുക. തലവേദന കുറഞ്ഞതിന് ശേഷം മുദ്ര ചെയ്യുന്നത് ഒഴിവാക്കുക. അപ്പൊ ഇതിന് സമയപരിധിയില്ല. നിങ്ങൾക്ക് തലവേദന ഉള്ളപ്പോൾ ചെയ്യുക, തലവേദന കുറയുന്നവരെ ചെയ്യുക. അതിനുശേഷം മുദ്രയിൽ നിന്ന് നിങ്ങൾ മാറാം. മുഷ്ടിക മുദ്ര എന്നാണ് ഇതിന്റെ പേര്. മുഷ്ടി മുദ്രയല്ല, മുഷ്ടിക മുദ്ര. ഇത് തലവേദന കൊണ്ട് ദുരിതത്തിലായ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ അവതരിപ്പിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് മകർ മുദ്ര എന്ന മുദ്രയാണ്. മകർ എന്നാൽ മുതല എന്നാണ് അർത്ഥം. മുതല എല്ലായ്പ്പോഴും ഉറങ്ങിക്കിടക്കുന്ന ഒരു ജീവിയാണ്. വെള്ളത്തിലും കരയിലുമായിട്ട് ജീവിക്കുന്ന മുതല അസാധാരണ ശക്തി വിശേഷങ്ങളുള്ള ഒരു ജീവിയാണ്. മിക്കപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന മുതല ഉണർന്നു കഴിഞ്ഞാൽ അതീവമായിട്ടുള്ള ശക്തിവിശേഷങ്ങൾ, ഊർജ്ജസ്വലത പ്രകടിപ്പിക്കുന്ന ഒരു ജീവിയായിട്ടാണ് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ മുദ്ര ചെയ്യുന്ന ഒരാൾക്ക് അസാധാരണമായിട്ടുള്ള കരുത്തും ഊർജവും ഈ മുദ്ര ചെയ്യുമ്പോൾ ലഭിക്കുമെന്നാണ് പറയുന്നത്. അതായത് ക്ഷീണമുള്ള അവസ്ഥയിൽ നമുക്ക് ഈ മുദ്ര ചെയ്താൽ ക്ഷീണമൊക്കെ മാറി നല്ല ഊർജ്ജസ്വലത നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. ഇതുകൂടാതെ പ്രധാനപ്പെട്ട ഫലം എന്ന് പറയുന്നത് അനീമിയ അഥവാ വിളർച്ച ഇല്ലാതാക്കാനായിട്ട് ഈ മുദ്ര സഹായിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ ഈ മുദ്ര നിങ്ങളെ സഹായിക്കും. കണ്ണുകൾക്ക് താഴെ ഉണ്ടാകുന്ന കറുപ്പ് പാടുകളൊക്കെ ഈ മുദ്ര ചെയ്യുക വഴി ഇല്ലാതാകുമെന്നാണ്, അത് കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് ഈ മുദ്രയുടെ പ്രയോജനമായിട്ട് പറയപ്പെടുന്നത്. ഈ മുദ്രയുടെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് തള്ളവിരൽ കൊണ്ട് കൈവെള്ളയുടെ മധ്യത്തിൽ അമർത്തുക എന്നുള്ളതാണ്. അപ്രകാരം ചെയ്യുക വഴി നമ്മളുടെ കിഡ്നി പോയിന്റ് എന്നാണ് ഈ ഭാഗത്തിന് പറയുന്നത്. അപ്രകാരം ചെയ്യുക വഴി നമ്മളുടെ കിഡ്നി സംബന്ധമായിട്ട് നമുക്ക് കൈവെള്ളയിലെ പ്രഷർ കൊണ്ട് കിഡ്നിക്ക് ഉത്തേജനം സംഭവിക്കുകയും കിഡ്നി രോഗങ്ങളിൽ നിന്ന് ഈ മുദ്ര നമ്മളെ രക്ഷിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മൂത്ര സംബന്ധമായിട്ടുള്ളതും കിഡ്നി സംബന്ധമായിട്ടുള്ളതുമായിട്ടുള്ള രോഗങ്ങളിൽ നിന്ന് നമുക്ക് ഈ മുദ്ര ചെയ്യുക വഴി രക്ഷ നേടാൻ സഹായിക്കും.
കൂടാതെ ശരീരത്തിലെ വിഷാംശങ്ങൾ അഥവാ ടോക്സിനുകളെ നീക്കം ചെയ്യാൻ ഈ മുദ്ര സഹായിക്കും. ഈ മുദ്ര ദീർഘശ്വസനത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ഫലം വർദ്ധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഈ മുദ്ര നിങ്ങൾക്ക് 10 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ തുടർച്ചയായിട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ മുദ്ര എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുകൂടി പരിശോധിക്കാം. മുദ്ര ചെയ്യുമ്പോൾ വലത് കൈയുടെ തള്ളവിരൽ കൊണ്ട് ഇടത് കൈയുടെ കൈവെള്ളയുടെ മധ്യഭാഗത്ത് അമർത്തുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്രകാരം ഇടത് കൈ മുകളിൽ വരുന്ന രീതിയിൽ തള്ളവിരലിന്റെ അഗ്രം ഇടത് കൈയുടെ ചെറുവിരലിന്റെയും മോതിരവിരലിന്റെയും ഇടയ്ക്കുകൂടി ഇപ്രകാരം വെച്ചതിന് ശേഷം വലത് കൈയുടെ തള്ളവിരൽ ഒഴികെയുള്ള 4 വിരലുകൾ ഇപ്രകാരം നിവർത്തിപ്പിടിക്കുകയും, അതായത് ഇടത് കൈക്ക് അടിയിൽ കൂടി നിവർത്തിപ്പിടിക്കുകയും മുകളിലുള്ള ഇടത് കൈയുടെ 4 വിരലുകളും ഇപ്രകാരം നിവർത്തിപ്പിടിക്കുകയും ചെയ്തതിനു ശേഷം ഇടത് കൈയുടെ തള്ളവിരൽ കൊണ്ട് ഇടത് കൈയുടെ മോതിരവിരൽ തമ്മിൽ അഗ്രങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്രകാരമാണ് മകർ മുദ്ര ചെയ്യേണ്ടത്. അതായത് ഇടത് കൈ മുകളിൽ വരുന്ന രീതിയിൽ വലത് കൈ അടിയിലും വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഇടത് കൈയുടെ ചെറുവിരലിന്റെയും മോതിരവിരലിന്റെയും മധ്യത്തിൽ കൂടി നടുക്ക് കൂടി വലത് കൈയുടെ തള്ളവിരൽ ഇടതു കൈയുടെ കൈവെള്ളയുടെ മധ്യഭാഗത്തായിട്ട് അഗ്രം കൊണ്ട് ഇപ്രകാരം അമർത്തുക. അതിനുശേഷം ഇടത് കൈയുടെ തള്ളവിരലും ഇടത് കൈയുടെ മോതിരവിരലും അഗ്രങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. മറ്റു വിരലുകളെല്ലാം ഇപ്രകാരം നിവർത്തിപ്പിടിക്കുക. ഇങ്ങനെയാണ് മകർ മുദ്ര ചെയ്യേണ്ടത്. മുതലയുടെ പേരിലുള്ള ഈ മകർ മുദ്ര നിങ്ങൾക്ക് വളരെയേറെ ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതാണ്. നിരവധി രോഗങ്ങളിൽ നിന്ന് ഈ മുദ്ര നിങ്ങളെ രക്ഷിക്കുന്നതാണ്. ഇന്നത്തെ വിഷയം യോഗശാസ്ത്രത്തിൽ ഹസ്തമുദ്ര വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രകളിൽ ഒന്നായിട്ടുള്ള മഹാശക്തി മുദ്ര എന്ന മുദ്രയാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. മുൻപ് ഞാൻ ശക്തി മുദ്ര എന്ന മുദ്ര പരിചയപ്പെടുത്തിയിരുന്നു. ആ ശക്തി മുദ്ര കണ്ടിട്ടില്ലാത്തവർ കാണുക. കാരണം ശക്തി മുദ്രയുടെ അതേ ഗുണങ്ങളൊക്കെ തന്നെ മഹാശക്തി മുദ്രയിലും ലഭിക്കുന്നുണ്ട്. അത് കൂടാതെ അധികമായിട്ട് ലഭിക്കുന്ന പ്രയോജനത്തെ മാത്രമേ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളൂ. ആവർത്തന വിരസത, ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ആവർത്തന വിരസത ഉണ്ടാകാതിരിക്കാൻ അതിന്റെ കാര്യങ്ങൾ, അതായത് ശക്തിമുദ്ര ചെയ്താലുള്ള ഗുണങ്ങളെ പറയുന്നില്ല. ശക്തിമുദ്ര ചെയ്താലുള്ള എല്ലാ ഗുണങ്ങളും ഈ മഹാശക്തി മുദ്രയിലും ലഭിക്കുന്നതാണ്. നമുക്ക് മുദ്ര എങ്ങനെയാണ് ചെയ്യേണ്ടത്, മുദ്ര എപ്രകാരമാണ് ചെയ്യേണ്ടത്, എത്ര സമയമെടുത്ത് ചെയ്യണം, അതിന്റെ ഗുണങ്ങൾ എന്നിവയെല്ലാം പരിശോധിക്കാം. തള്ളവിരലിനെ മടക്കി പിടിച്ചുകൊണ്ട്, അതായത് കൈവെള്ളയിൽ മടക്കി പിടിച്ചുകൊണ്ട് മറ്റ് 4 വിരലുകളും ഇപ്രകാരം പിടിക്കുന്നതാണ് ശക്തിമുദ്ര. ആ ശക്തിമുദ്ര പിടിച്ചതിന് ശേഷം ചെറുവിരലും മോതിരവിരലും ഇപ്രകാരം നിവർത്തി പിടിക്കുക. അതിനുശേഷം ചെറുവിരലിന്റെയും മോതിരവിരലിന്റെയും അഗ്രങ്ങൾ തമ്മിൽ ഇപ്രകാരം ചേർത്ത് വയ്ക്കുക. നടുവിരലിന്റെയും ചൂണ്ടുവിരലിന്റെയും നഖങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. ഇപ്രകാരം ചേർത്ത് വയ്ക്കുന്നതിനെയാണ് മഹാശക്തി മുദ്ര എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം, ശക്തി മുദ്രയ്ക്കായിട്ട് കൈകൾ പിടിക്കുന്നത് തള്ളവിരൽ കൈവെള്ളയുടെ മധ്യത്തായിട്ട് ഇപ്രകാരം മടക്കി പിടിച്ചതിന് ശേഷം മറ്റ് 4 വിരലുകളും ഇപ്രകാരം തള്ളവിരലിനെ മൂടിക്കൊണ്ട് മടക്കി പിടിക്കുക. ഇപ്രകാരം മടക്കി പിടിച്ചതിന് ശേഷം മഹാശക്തി മുദ്ര ചെയ്യുന്നത് ചെറുവിരൽ നിവർത്തുക, മോതിരവിരൽ നിവർത്തുക. അതിനുശേഷം ചെറുവിരലിന്റെയും മോതിരവിരലിന്റെയും അഗ്രങ്ങൾ തമ്മിൽ ഇപ്രകാരം കൂട്ടിയോജിപ്പിക്കുക. നടുവിരലിന്റെയും ചൂണ്ടുവിരലിന്റെയും നഖങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. ഇപ്രകാരം കൈകൾ തമ്മിൽ ഇപ്രകാരം അടുപ്പിച്ചു വയ്ക്കുക. ഇങ്ങനെയാണ് മഹാശക്തി മുദ്ര ചെയ്യേണ്ടത്. നമുക്ക് ഇനി മഹാശക്തി മുദ്ര എത്ര സമയം ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തിലേക്ക് കടക്കാം. ഏതൊരു മുദ്രയെയും പോലെ യോഗാസനങ്ങളിൽ ഇരുന്നുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് വളരെ പ്രയോജനകരമാണ്. യോഗാസനങ്ങളിൽ ഇരുന്നുകൊണ്ട് മുദ്ര പിടിച്ചതിന് ശേഷം ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടോ അല്ലെങ്കിൽ ധ്യാനത്തിലേക്കോ അല്ലെങ്കിൽ മന്ത്രജപത്തിലേക്കോ ഒക്കെ നിങ്ങൾക്ക് കടക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മുദ്രയ്ക്ക് ശക്തി കൂടുകയും മുദ്ര ചെയ്യുന്നത് നമുക്ക് ഏകാഗ്രമായിട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. ഈ മുദ്രയെ പിടിച്ചതിന് ശേഷം നമ്മുടെ സ്വാധിഷ്ഠാന ചക്രത്തില് ശ്രദ്ധിച്ചുകൊണ്ട് ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങളോ അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വിഷയത്തില് നമുക്ക് ധ്യാനമാർഗമോ അല്ലെങ്കിൽ മന്ത്രങ്ങളോ ഒക്കെ ജപിച്ചുകൊണ്ടിരിക്കാം. ഈ മുദ്ര 10 മിനിറ്റ് വീതം നമുക്ക് ചെയ്യാവുന്നതാണ്. 10 മിനിറ്റ് ചെയ്തതിനു ശേഷം ഒരു ദിവസം 3 പ്രാവശ്യം വരെ അങ്ങനെ ചെയ്യാം. 30 മിനിറ്റ് ഈ മുദ്രയ്ക്കായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ ഈ ഗുണങ്ങളെല്ലാം തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. 10 മിനിറ്റ് ചെയ്താൽ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ കിട്ടും. 10 മിനിറ്റിന്റെ 3 ഗുണിതങ്ങൾ, അതായത് 30 മിനിറ്റ് ഒരു ദിവസം ചെയ്യുകയാണെങ്കിൽ
വളരെയേറെ പ്രയോജനകരമായിട്ടുള്ള ഒരു മുദ്രയാണിത്. ഇനി നമുക്ക് മുദ്ര ചെയ്താൽ എന്തെല്ലാം പ്രയോജനങ്ങൾ ലഭിക്കും എന്നുകൂടി പരിശോധിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു ശക്തി മുദ്രയുടെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. കാരണം ശക്തി മുദ്രയുടെ പ്രയോജനങ്ങളെല്ലാം തന്നെ ഇതിൽ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആവർത്തന വിരസത കാരണം ആവർത്തിക്കുന്നില്ല. നിരവധി ഗുണങ്ങളാണ് ശക്തി മുദ്രയ്ക്ക്. ഒരു 10ഓളം ഗുണങ്ങളെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. അതുകൂടാതെയുള്ള ഏതാനും പ്രയോജനങ്ങളെ നമുക്ക് പരിശോധിക്കാം. വയറുവേദന സ്ഥിരമായിട്ട്, ഉദരത്തിന്റെ പ്രശ്നങ്ങൾ, ഉദരത്തിൽ ദഹനക്കുറവ്, വയറുവേദന തുടങ്ങിയ പ്രശ്നങ്ങളുള്ളവർക്ക് ശക്തി മുദ്ര ഫലം ചെയ്യുന്നതാണ്. വേദന ശമിക്കുന്നതിന് അത് കാരണമാകും. ഇതുകൂടാതെ സ്ത്രീകൾക്ക് ആർത്തവ സംബന്ധമായിട്ടുള്ള വേദനകളുള്ളവർക്ക് ഈ മുദ്രയെ പിടിച്ചുകൊണ്ട് ആ വേദനകളിൽ നിന്ന് ആശ്വാസം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. കൂടാതെ ആർത്തവകാലങ്ങളിൽ സ്ത്രീകൾക്ക് കോച്ചിപ്പിടുത്തം പോലുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഈ മുദ്ര അതിനെ ഇല്ലാതാക്കി സുഖം നൽകുന്നതിന് സഹായിക്കും. മേൽപ്പറഞ്ഞ ശക്തി മുദ്രയുടെ ഗുണങ്ങൾ കൂടാതെ ലഭിക്കുന്ന ഗുണങ്ങളാണ് ഇതെല്ലാം. ഈ മുദ്രയുടെ പ്രയോജനം ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രയാണ് നിങ്ങൾക്കായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നത്. മഹാശീർഷമുദ്ര എന്നാണ് ആ മുദ്രയുടെ പേര്. നിരവധി പേർ തലവേദന മൂലം ബുദ്ധിമുട്ടുന്നവരുണ്ട്. മൈഗ്രെയിൻ പോലെയുള്ള കാര്യങ്ങൾ മനുഷ്യന്റെ സ്വസ്ഥതയും സമാധാനവും നശിപ്പിക്കുന്നതാണ്. തലവേദന മൂലം ബുദ്ധിമുട്ടുന്നവർക്കായിട്ട് ഞാൻ ഈ മുദ്ര സമർപ്പിക്കുകയാണ്. നമുക്ക് മുദ്രയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. മഹാശീർഷമുദ്ര ഒരു പ്രാണി മുദ്രയുടെയും തത്വമുദ്രയുടെയും സങ്കലനമായിട്ടാണ് പറയപ്പെടുന്നത്. മഹാശീർഷം എന്നാൽ വലിയ തല എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഇത് ശിരസിന് ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന ഒരു മുദ്രയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്തും അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തലയിലേക്കുള്ള, അതായത് ശിരസിലേക്കുള്ള അമിതമായിട്ടുള്ള ഊർജ പ്രവാഹവും അത് ദോഷത്തെ ചെയ്യും. ഈ മുദ്ര ചെയ്യുക വഴി ശിരസിലേക്കുള്ള അമിത ഊർജ പ്രവാഹത്തെ ബാലൻസ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അതുവഴി അത് ശിരസിന് ആശ്വാസം നൽകുന്നതും തലവേദന തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നതിനും കാരണമാകും. എല്ലാത്തരം തലവേദനകൾക്കും ഈ മുദ്ര ഒരു ശാശ്വത പരിഹാരം തന്നെയായിട്ടാണ് പറയപ്പെടുന്നത്. സൈനസൈറ്റിസ് മൂലമുണ്ടാകുന്ന ശിരോ പ്രശ്നങ്ങള്, മാനസിക സമ്മർദ്ദം, ജലദോഷം തുടങ്ങിയ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ശിരോ പ്രശ്നങ്ങൾ, അമ്ലത, സ്ത്രീകളിൽ ഉണ്ടാകുന്ന മാസമുറയുടെയൊക്കെ പ്രത്യേകത മൂലമുണ്ടാകുന്ന ശിരോവേദന, നടുവിനും കഴുത്തിനുമൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം ശിരസിനും അത് വേദന ഉണ്ടാകുന്നതിന് കാരണമാകും. അത്തരത്തിലുള്ള വേദനകൾക്കുമൊക്കെ ഇത് പരിഹാരം തന്നെയാണ്. ചിലർക്ക് ഞരമ്പുകളിലൊക്കെ വലിച്ചിലുണ്ടായിട്ട് ശിരോവേദന, തലവേദന ഉണ്ടാകാറുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർക്ക് ആ ഞരമ്പിന്റെ പ്രവർത്തനത്തെ സുഗമമാക്കി ശിരോവേദന, അതായത് തലവേദന ഇല്ലാതാക്കുന്നതാണ്. കൂടാതെ ഈ മുദ്ര ചെയ്യുന്നത് വഴി മാനസിക സമ്മർദ്ദത്തെ ഇല്ലാതാക്കുന്നതിനും അത് കാരണമാകും. സൈനസൈറ്റിസ് രോഗത്തിന് ശാശ്വത പരിഹാരമാണ് ഈ മുദ്ര. വ്യാനമുദ്രയുടെയും സൂര്യമുദ്രയുടെയും ഒക്കെ സങ്കലന ഗുണം ചെയ്യുന്ന ഒരു മുദ്രയാണിത്. സൂര്യമുദ്ര തലവേദനയെ കുറയ്ക്കുകയും വ്യാനമുദ്ര മാനസിക സമ്മർദ്ദത്തെ ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മുദ്രയുടെയും കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ഈ മുദ്ര ഈ രണ്ട് ഗുണങ്ങളും നമ്മളുടെ ശരീരത്തിന് നൽകുന്നതാണ്. ഇന്നത്തെ കാലത്ത് തലവേദനയും ജലദോഷവും ഒരു സർവ്വസാധാരണ രോഗമായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിന് രണ്ടിനും ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ് ഈ മുദ്ര. കൂടാതെ സൂര്യമുദ്രയുടെയും വ്യാനമുദ്രയുടെയും കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ഇത് അമിത വണ്ണത്തെ ഇല്ലാതാക്കുന്നതിനും സഹായിക്കും എന്നാണ് പറയുന്നത്. കൂടാതെ പ്രമേഹത്തിനും ഒരു പരിഹാരമായിട്ടാണ് ഈ മുദ്ര പറയുന്നത്. പ്രമേഹ രോഗികളും ഈ മുദ്ര സ്ഥിരമായിട്ട് ചെയ്യുന്നത് വളരെയേറെ ഗുണം ചെയ്യും. അതിശക്തമായിട്ട് തലവേദനയൊക്കെ ചില വ്യക്തികൾക്ക് സ്ഥിരമായിട്ട് ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവർ ഈ മുദ്ര ചെയ്യുക. മുദ്ര ചെയ്യുന്നതിന് മുമ്പായിട്ട് 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. തലവേദന പെട്ടെന്ന് തന്നെ നിൽക്കുന്നതിന് കാരണമാകുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. നമുക്കിനി ഈ മുദ്ര എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കൂടി ഒന്ന് നോക്കാം. വളരെ എളുപ്പം ചെയ്യാവുന്ന മുദ്രയാണ്. അതിനായിട്ട് മോതിര വിരൽ മടക്കി കൈവെള്ളയുടെ മധ്യഭാഗത്തായിട്ട് ഇപ്രകാരം അമർത്തി വെക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. മോതിര വിരൽ ഇപ്രകാരം കൈവെള്ളയുടെ മധ്യഭാഗത്തായിട്ട് അമർത്തി വെക്കുക. അതിനുശേഷം തള്ളവിരൽ, നടുവിരൽ, ചൂണ്ടുവിരൽ എന്നീ 3 വിരലുകൾ ഇപ്രകാരം അഗ്രങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ചെറുവിരൽ നിവർത്തി പിടിക്കുക. ഒന്നുകൂടി പറയാം. മോതിര വിരൽ മടക്കി കൈവെള്ളയുടെ മധ്യഭാഗത്തായിട്ട് വയ്ക്കുക. തള്ളവിരൽ, ചൂണ്ടുവിരൽ,
നടുവിരൽ എന്നീ 3 വിരലുകളുടെ അഗ്രങ്ങൾ തമ്മിൽ യോജിപ്പിക്കുക. ഇതേ പ്രകാരം ചെയ്യുക. ചെറുവിരൽ നിവർത്തി പിടിക്കുക. ഇപ്രകാരമാണ് മഹാശീർഷമുദ്ര ചെയ്യേണ്ടത്. തലവേദന തുടങ്ങിയ രോഗങ്ങൾക്ക് നിശ്ചയമായിട്ടും ഈ മുദ്ര ഒരു പരിഹാരമാണ്. എല്ലാവർക്കും ഈ മുദ്ര പ്രയോജനപ്പെടും. ഇന്നൊരു മുദ്രയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. മാതംഗി മുദ്ര എന്നാണ് മുദ്രയുടെ പേര്. ആന്തരിക സൗഖ്യത്തിന്റെയും രാജകീയ അധികാരത്തിന്റെയും ദേവതയായിട്ടുള്ള മാതംഗി ദേവിയുടെ മുദ്രയായിട്ടാണ് ഈ മുദ്രയെ അറിയപ്പെടുന്നത്. മാതംഗി ദേവിയുടെ നാമധേയത്തിൽ അറിയപ്പെടുന്ന മുദ്രയാണ്. മാനസിക സമ്മർദ്ദത്തെ സുഖപ്പെടുത്തുവാനും ആന്തരികമായിട്ടുള്ള ശ്വസന വ്യവസ്ഥയെ സൗഖ്യപ്പെടുത്താനും ഒക്കെ ഏറെ സഹായിക്കുന്ന ഒരു മുദ്രയാണ്. നിരവധി ഗുണങ്ങളുള്ള ഈ മുദ്രയെ പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് മാതംഗി മുദ്ര എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. മാതംഗി മുദ്ര 2 കൈകളും ഒന്നിച്ച് ചേർത്തുകൊണ്ട് ചെയ്യേണ്ട ഒരു മുദ്രയാണ്. അതിനായിട്ട് 2 കൈകളും ചേർത്ത് വെച്ചതിന് ശേഷം ഇടതു കൈയുടെ തള്ളവിരൽ വലത് കൈയുടെ മുകളിലായിട്ട്, വലത് കൈയുടെ തള്ളവിരലിന് മുകളിലായിട്ട് ഇപ്രകാരം ക്രോസ് ആയിട്ട് വയ്ക്കുക. അതുപോലെ തന്നെ ഇടതു കൈയുടെ ചൂണ്ടുവിരൽ ഇപ്രകാരം വലത് കൈയുടെ ചൂണ്ടുവിരലിന് ക്രോസ് ആയിട്ട് വെക്കുക. ഇടത് കൈയുടെ നടുവിരൽ വലത് കൈയുടെ നടുവിരലിന് മുമ്പായിട്ട് ഇപ്രകാരം ക്രോസ് ആക്കി വെക്കുക. അതിനുശേഷം മോതിര വിരലുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ചെറുവിരലുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. മറ്റ് കൈവിരലുകൾ മടക്കി വയ്ക്കുക. ഇപ്രകാരമാണ് മാതംഗി മുദ്ര ചെയ്യേണ്ടത്. ഇടതു കൈയുടെ തള്ളവിരൽ മുകളിൽ വരുന്ന രീതിയിൽ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ എന്നീ വിരലുകൾ ക്രോസ് ആയിട്ട് മടക്കി വയ്ക്കുക. ഇപ്രകാരം അതിനുശേഷം ചെറുവിരൽ, മോതിരവിരൽ ഇവ നിവർത്തി പിടിക്കുക. പരസ്പരം കൈവെള്ളകൾ അമർന്നിരിക്കുന്ന രീതിയിൽ ഇപ്രകാരം അമർത്തി വയ്ക്കുക. മറ്റു 3 വിരലുകൾ മടക്കി ക്രോസ് ആയിട്ട് വയ്ക്കുക. 2 വിരലുകൾ പരസ്പരം കൂട്ടിയോജിപ്പിച്ച് നിവർത്തി പിടിക്കുക. ഇടതു കൈയുടെ തള്ളവിരൽ മുകളിൽ വരണം. അതുപോലെ തന്നെ ഇടത് കൈയുടെ ചൂണ്ടുവിരൽ വലത് കൈയുടെ ചൂണ്ടുവിരലിന് മുകളിൽ വരണം. ഇടത് കൈയുടെ നടുവിരൽ വലത് കൈയുടെ നടുവിരലിന് മുകളിലായിട്ട് വരണം. ഇപ്രകാരമാണ് ചെയ്യേണ്ടത്. ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. ഇപ്രകാരം ഓരോരോ വിരലുകളായിട്ട് വെച്ചതിന് ശേഷം മോതിര വിരലും ചെറുവിരലും കൂട്ടി അടുപ്പിച്ച് ചേർത്ത് വെക്കുക. ബാക്കി വിരലുകൾ മടക്കി വെക്കുക. ഇപ്രകാരം ചെയ്യുക. അതിനുശേഷം ഉദരത്തോട് ചേർത്ത് വയ്ക്കുക. ഈ കൈ ഇപ്രകാരം ഉദരത്തിന് മുകളിലായിട്ട് വയ്ക്കുക. നെഞ്ചിന് താഴെ ഉദരത്തിന് മുകളിലായിട്ട് വെച്ചുകൊണ്ട് ശ്വസന വ്യവസ്ഥയിലേക്ക് ശ്രദ്ധിക്കുക. ദീർഘശ്വാസം എടുത്തുവിടുക. സാധാരണ ശ്വാസത്തിലാണെങ്കിലും ശ്വസനക്രിയയിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഏകാന്തമായിട്ട് ശ്രദ്ധയോടുകൂടി ഇരിക്കുക. 15 മുതൽ 45 മിനിറ്റ് വരെ ഈ മുദ്ര അനുഷ്ഠിക്കുന്നത് വളരെ ഗുണകരമാണ്. മുദ്ര ചെയ്യുന്നതിന് മുമ്പായിട്ട് സ്വസ്ഥമായിട്ട് ഏതെങ്കിലും യോഗാസനത്തിൽ ഇരിക്കുക. സ്വസ്ഥമായിട്ട്. അതിന് സാധിക്കാത്തവർ കസേരയിലോ മറ്റേതെങ്കിലും വിധത്തിൽ സുഖകരമായിട്ടിരിക്കുക. ഇരുന്നതിന് ശേഷം മുദ്രയിലേക്ക് കിടക്കുക. ശ്വാസഗതി ശ്രദ്ധിക്കുക. മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് മറ്റ് ചിന്തകളിൽ നിന്ന് ഒഴിവായി സ്വസ്ഥമായിട്ട് ഇരിക്കുക. 45 മിനിറ്റ് നേരം തുടർച്ചയായിട്ട് ചെയ്യാൻ സാധിക്കാത്തവർ 10 മിനിറ്റ് വീതമുള്ള പല ഭാഗങ്ങളായിട്ട് ഈ മുദ്രയെ ചെയ്യാം. ആവശ്യമുള്ള സമയം ചെയ്യുക. മുദ്ര ചെയ്യുന്നത് വഴി നിരവധി ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നതാണ്. നമ്മളുടെ പ്രാപഞ്ചിക ഊർജത്തെ നമ്മളുടെ ശരീരത്തിൽ അനുകൂലമാക്കി നിർത്തി നമ്മളുടെ ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതാണ് മുദ്രകൾ. മുദ്രകൾ ചെയ്യുക വഴി നമുക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും. രോഗങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും മുദ്ര ശീലിക്കുക. ഇത് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഭക്ഷണം കഴിച്ചതിന് ശേഷവും ചെയ്യാം. വായ, ഹൃദയം, ഉദരം, കരൾ, ആന്ത്രമൂലം അഥവാ ചെറുകുടലിന്റെ ആദ്യ ഭാഗം, പിത്തസഞ്ചി, പാൻക്രിയാസ്, പ്ലീഹ, വൃക്ക എന്നീ അവയവങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ്. ഈ അവയവങ്ങളിലെ രോഗസാധ്യതകൾ ഇല്ലാതാക്കി ആരോഗ്യത്തോട് നിലനിർത്താൻ ഈ മുദ്ര നിങ്ങളെ സഹായിക്കും. ശരീരത്തിന്റെ വ്യക്തമല്ലാത്ത വേദനകളെ ഇല്ലാതാക്കാനും താടിയെല്ലിലെ പിരിമുറുക്കം ഇല്ലാതാക്കാനും ഈ മുദ്ര സഹായിക്കുന്നതാണ്.
കൂടാതെ ദഹനശക്തി വർദ്ധിപ്പിച്ച് ഉദരത്തെ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിന് ഈ മുദ്ര നിങ്ങളെ സഹായിക്കും. ഇപ്രകാരം നിരവധി ഗുണങ്ങളുള്ള മുദ്രയാണ് ഈ മുദ്രകൾ നിത്യം ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ കഴിയും. നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന 60% പേർക്കും ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന 30%-ലധികം വരുന്ന ജനങ്ങൾക്കുമൊക്കെ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് രക്തസമ്മർദ്ദമാണ്. ബ്ലഡ് പ്രഷർ കുറയുകയോ അല്ലെങ്കിൽ കൂടുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥ. ക്രമമല്ലാത്ത രക്തസമ്മർദ്ദം മറ്റ് രോഗങ്ങളിലേക്ക് അവരെ നയിക്കുന്നതും ആരോഗ്യം തീരെ മോശമാകുന്നതും പല പല പ്രശ്നങ്ങൾക്കുമൊക്കെ കാരണമാകുകയും മരണം തന്നെ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു രോഗമാണ് രക്തസമ്മർദ്ദം. ഉയർന്ന രക്തസമ്മർദ്ദവും താഴ്ന്ന രക്തസമ്മർദ്ദവും ഒക്കെ ക്രമപ്പെടുത്തി നമ്മളുടെ ബ്ലഡ് പ്രഷർ നോർമൽ ആക്കാനായിട്ട് സാധാരണഗതിയിലേക്ക് ക്രമപ്പെടുത്തി നല്ല അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒരു മുദ്രയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. മിയോ മുദ്ര. ശ്രീബുദ്ധന്റെ കാലത്ത് നമ്മളുടെ ഭാരതീയ ശാസ്ത്രങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള മുദ്രയായിട്ടാണ് ഇതിനെ പറയപ്പെടുന്നത്. മിയോ മുദ്ര. നടുവിരലും മോതിരവിരലും മടക്കി ഉള്ളം കൈയിൽ ഇപ്രകാരം അമർത്തി വയ്ക്കുക. നടുവിരലിന്റെയും മോതിരവിരലിന്റെയും അഗ്രങ്ങൾ ഉള്ളം കൈയിൽ അമർന്നിരിക്കുന്ന രീതിയിൽ ഇപ്രകാരം മടക്കി വയ്ക്കുക. മറ്റ് 2 വിരലുകളും തള്ളവിരലും നിവർത്തി ഇതുപോലെ പിടിക്കുക. 2 കൈയും ഇതേ പ്രകാരം ചെയ്യുക. മോതിരവിരലും നടുവിരലും അമർത്തി കൈവെള്ളയിൽ വെക്കുക. മറ്റു 3 വിരൽ നിവർന്നു വെക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന മുദ്രയാണ്. ഇപ്രകാരം വെച്ചതിന് ശേഷം കൈകൾ ഇപ്രകാരം മലർത്തി പിടിച്ചുകൊണ്ട് കാൽമുട്ടിൽ വെക്കുക. ഈ മുദ്ര ചെയ്യുന്നത് നമുക്ക് ഏതെങ്കിലും യോഗാസനത്തിൽ ഇരുന്നു കൊണ്ട് സ്വസ്ഥമായിട്ട് ചെയ്യാവുന്നതാണ്. അതിന് സാധിക്കാത്തവർ കസേരയിൽ ഇരുന്നു കൊണ്ട് ചെയ്യുക. ഇരുന്നുകൊണ്ട് ചെയ്യുമ്പോൾ ഇരു കൈകളും തുടയ്ക്ക് മുകളിലായിട്ട് അല്ലെങ്കിൽ കാൽമുട്ടുകൾക്ക് മുകളിലായിട്ട് ഇപ്രകാരം മലർത്തി വെച്ചുകൊണ്ട് ഇരിക്കുക. വളരെ പ്രയാസമില്ലാതെ ചെയ്യാവുന്ന ഒരു മുദ്രയാണിത്. ഈ മുദ്ര ദിവസവും 30 മിനിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തുടർച്ചയായിട്ട് 30 മിനിറ്റ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് 10 മിനിറ്റിന്റെ 3 തവണകളായിട്ട് ചെയ്യുക. ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള രക്തസമ്മർദ്ദത്തെ ക്രമപ്പെടുത്തി ഏറ്റവും അനുകൂലമായ അവസ്ഥയിൽ ഈ മുദ്ര ചെയ്യുക വഴി നിങ്ങളുടെ ശരീരത്തെ കൊണ്ടെത്തിക്കാൻ പറ്റും. അതുവഴി നിരവധി രോഗങ്ങളിൽ നിന്ന് നമ്മളുടെ ശരീരത്തെ രക്ഷിക്കാനാകും. എല്ലാവരും നിത്യം ഈ മിയോ മുദ്ര ചെയ്യുക. മിയോ മുദ്രയുടെ പ്രയോജനം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ. ഇന്ന് ഞാൻ യോഗമുദ്ര ആണ് അവതരിപ്പിക്കുന്നത്. നമ്മളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ശാരീരിക അധ്വാനങ്ങളില്ലാതെ തന്നെ നമുക്ക് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ സമയങ്ങളിലൊക്കെ ആ സമയങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ശാരീരിക മെച്ചത്തിനായിട്ട് ചെയ്യാവുന്ന രോഗശമനത്തിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഹസ്തമുദ്രകളിൽപ്പെട്ട മൃഗി മുദ്രയാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നത്. മൃഗി എന്നാൽ എപ്പിലെപ്സി അഥവാ അപസ്മാരം ആണ്. അപസ്മാര രോഗികൾക്ക് നിത്യം ചെയ്താൽ ആ രോഗം ഇല്ലാതാകുന്നതിന് സഹായിക്കുന്ന മുദ്രയാണിത്. നിരവധി രോഗങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള ഒരു സമാന്തര ചികിത്സാ സംവിധാനമാണ് ഈ മുദ്രാ വിജ്ഞാനം. അപ്പോൾ ഇതിൽ മൃഗി മുദ്ര വളരെയേറെ രോഗങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു മുദ്രയാണ്. നമുക്ക് മുദ്ര പരിശോധിക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ അഭ്യർത്ഥിക്കുകയാണ്. മുദ്ര ചെയ്യുന്നത് വഴി എന്തെല്ലാം പ്രയോജനങ്ങൾ കിട്ടും എന്നെല്ലാം വീഡിയോയുടെ അവസാന ഭാഗത്ത് പ്രതിപാദിക്കുന്നുണ്ട്. നമുക്ക് മുദ്ര എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് 2 കൈയിലും പ്രത്യേകമായിട്ട് ചെയ്യേണ്ട ഒരു മുദ്രയാണ്. അതിനായിട്ട് നമ്മളുടെ നടുവിരലും മോതിരവിരലും ഇപ്രകാരം ചേർത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ 1ാമത്തെ വര 2ാമത്തെ വര ഈ 2ാമത്തെ വരയുടെ 2 വിരലിൻ്റെയും ഇടയ്ക്കായിട്ട് ആ 2ാമത്തെ വരയിലായിട്ട് തള്ളവിരലിൻ്റെ അഗ്രത്തെ വയ്ക്കുക. മറ്റ് 2 വിരലുകൾ അതായത് ചൂണ്ടുവിരലും ചെറുവിരലും നിവർത്തി പിടിക്കുക. അതേപോലെ തന്നെ വലത് കൈയിലും ചെയ്യുക. ഇപ്രകാരം 2 കൈയിലും ചെയ്യുക. 2ാമത്തെ വരയിൽ അതായത് മൂലത്തിൽ നിന്ന് ആദ്യത്തെ വരയിൽ മുകളിൽ നിന്ന് 2ാമത്തെ മടക്കിൽ തള്ളവിരലിൻ്റെ അഗ്രത്തെ മുട്ടിക്കുക. ചൂണ്ടുവിരലും ചെറുവിരലും നിവർത്തി പിടിക്കുക. ഇപ്രകാരമാണ് ഈ മുദ്ര ചെയ്യേണ്ടത്. ഇതിന് മൃഗി മുദ്ര എന്ന് പറയും. എപ്പിലെപ്സി അഥവാ അപസ്മാര മുദ്ര.
ഈ മുദ്ര നമുക്ക് 15 മിനിറ്റിന്റെ ഗുണിതങ്ങളായിട്ട് 45 മിനിറ്റ് വരെ ചെയ്യാവുന്നതാണ്. 45 മിനിറ്റ് നേരം തുടർച്ചയായിട്ട് ചെയ്യാൻ സാധിക്കുന്നവർക്ക് ചെയ്യാവുന്നതാണ്. സ്വസ്ഥമായിട്ട് ഏതെങ്കിലും യോഗാസനത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യാവുന്നവർ ചെയ്യുക. അതിന് സാധിക്കാത്തവർ കസേരയിൽ ഇരുന്നു കൊണ്ടും മറ്റും ചെയ്യാവുന്നതാണ്. ശ്വസനക്രിയ കൂടി ചെയ്താൽ മുദ്രയ്ക്ക് കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടുന്നതാണ്. ഏത് സമയത്തും ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം പോലും ഈ മുദ്രയെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നിരവധി ഗുണങ്ങളുള്ള ഈ മുദ്ര ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ആ ഗുണങ്ങളെല്ലാം ലഭിക്കുന്നതാണ്. നമുക്കിനി ഈ മുദ്ര ചെയ്താൽ എന്തെല്ലാം ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കുമെന്നൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ഗുണം, ഇത് അപസ്മാര രോഗത്തിന് നല്ലൊരു ആശ്വാസം നൽകുന്ന മുദ്രയാണ്. രണ്ടാമത്തെ ഗുണം, ജലദോഷം മൂലമുണ്ടാകുന്ന പല്ലിനു വേദനയും തലവേദനയും ഒക്കെ ഇല്ലാതാക്കുന്നതിന് ഈ മുദ്ര സഹായിക്കും. മൂന്നാമത്തെ, ഈ മുദ്ര ചെയ്യുക വഴി കിട്ടുന്ന ഗുണം നമ്മളുടെ ചിന്തകളെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. നാലാമത്തെ ഗുണം, മാനസിക സമ്മർദ്ദത്തെ ഇല്ലാതാക്കി മനസ്സിനെ സ്വസ്ഥമാക്കാൻ സഹായിക്കുന്നു. അഞ്ചാമത്തെ ഗുണം, നമ്മളുടെ മനസ്സിനെ സ്വസ്ഥമാക്കാനും ചിന്തയെ നേർവഴിക്ക് നടത്താനും ഒക്കെ സഹായിക്കുകയും അതുകൊണ്ട് തന്നെ ഇത് ധ്യാനത്തിന് ഏറ്റവും പറ്റിയ മുദ്രയായിട്ട് പറയപ്പെടുന്നുണ്ട്. ധ്യാനം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ മുദ്ര അനുവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സ് സ്വസ്ഥമാകുകയും ധ്യാനത്തിൽ നമുക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൈവരിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. ഇപ്രകാരം നിരവധി ഗുണങ്ങളുള്ള ഈ മുദ്ര നിങ്ങൾ നിത്യം ചെയ്യുക. ഇതിൻ്റെ പ്രയോജനത്തെ മനസ്സിലാക്കി ചെയ്യുക. മുഷ്ടിമുദ്ര എന്നാണ് അതിൻ്റെ പേര്. സൂര്യമുദ്രയുടെയും ശൂന്യമുദ്രയുടെയും വായുമുദ്രയുടെയും ഒരു കോമ്പിനേഷനാണ് മുഷ്ടിമുദ്ര. അപ്പോൾ ഈ 3 മുദ്രകളുടെയും ഒരുപോലെ പ്രയോജനം നമുക്ക് ശരീരത്തിന് കിട്ടുന്ന മുദ്രയാണ് മുഷ്ടിമുദ്ര. അതുകൊണ്ട് തന്നെ നിരവധി ഗുണങ്ങൾ നമ്മളുടെ ശരീരത്തിന് ഈ മുദ്ര ചെയ്യുന്നത് വഴി ലഭിക്കുന്നതാണ്. നമുക്ക് മുഷ്ടിമുദ്ര എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. മുഷ്ടി എന്നാൽ ഫിസ്റ്റ് എന്നാണ്. ഫിസ്റ്റ് മുദ്ര എന്ന് മുഷ്ടിമുദ്രയ്ക്ക് പറയും. കൈകൾ മടക്കി വെക്കുക, വിരലുകൾ മടക്കി മുഷ്ടി ചുരുട്ടി പിടിക്കുക എന്ന് നമ്മുടെ മലയാളത്തിൽ പറയുന്ന അതുതന്നെയാണ് മുഷ്ടിമുദ്ര. നേരത്തെ ഞാൻ മുഷ്ടിക മുദ്ര അവതരിപ്പിച്ചിരുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മുഷ്ടിക മുദ്രയ്ക്ക് തലവേദനയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട മുദ്രയാണ് മുഷ്ടിക മുദ്ര. ഇത് മുഷ്ടിമുദ്ര. അത് തള്ളവിരലിന്റെ സ്ഥിതിയാണ് വ്യത്യാസമായിട്ടുള്ളത്. തള്ളവിരൽ കൊണ്ട് മറ്റു വിരലുകളെ മടക്കി പിടിക്കുകയാണ് മുഷ്ടിമുദ്രയിൽ ചെയ്യുന്നത്. തള്ളവിരൽ കൊണ്ട് 3 വിരലുകളെ ഓരോ വിരലിനെയും മടക്കി പിടിക്കുന്നതാണ് സൂര്യമുദ്ര, വായുമുദ്ര, ശൂന്യമുദ്ര ഇവ ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ വിരലുകളെയും തള്ളവിരൽ ഒഴികെയുള്ള 4 വിരലുകളെ മടക്കി പിടിച്ച് അതിന് മുകളിലായിട്ട് തള്ളവിരൽ കൊണ്ട് അമർത്തി വയ്ക്കുന്നതിനാണ് മുഷ്ടിമുദ്ര എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന മുദ്രയാണിത്. 4 വിരലുകൾ ഇപ്രകാരം മടക്കി കൈവെള്ളയിൽ മടക്കി വയ്ക്കുക. വിരലുകളുടെ അഗ്രങ്ങൾ കൈവെള്ളയിൽ അമർന്നിരിക്കണം. കൂടുതലായി അമർത്താനും പാടില്ല, എന്നാൽ അമർത്തി തന്നെ വയ്ക്കുക. അതിനുശേഷം തള്ളവിരലുകൾ കൊണ്ട് മറ്റ് 4 വിരലുകൾ മടക്കി ഇതുപോലെ അമർത്തി വയ്ക്കുക. ഇപ്രകാരമാണ് മുഷ്ടിമുദ്ര ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ 15 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ ചെയ്യുക. നിങ്ങൾക്ക് ഈ മുദ്രയുടെ പ്രയോജനം ലഭിക്കുന്നതാണ്. ഇത് ചെയ്യുന്നതിന് പ്രത്യേക സമയക്രമമൊന്നും നോക്കേണ്ട. ഏത് സമയവും എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഏത് സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും യോഗാസനത്തിൽ ഇരുന്നു കൊണ്ടോ ഒക്കെ ചെയ്യാവുന്നതാണ്. നമുക്കിനി ഈ മുഷ്ടിമുദ്ര ചെയ്യാൻ എന്തെല്ലാം ഫലങ്ങൾ ഗുണങ്ങൾ ശരീരത്തിന് ലഭിക്കുമെന്ന് പരിശോധിക്കാം. മലബന്ധം ഇല്ലാതാക്കുന്നതിന് ഈ മുഷ്ടിമുദ്ര നമ്മളെ സഹായിക്കും. വിപരീത വികാരങ്ങൾ ഇല്ലാതാക്കി ഭയം, കോപം, നിരാശ ഇവ ഇല്ലാതാക്കി മനസ്സിനെ സ്വസ്ഥമാക്കുന്നതിന് ഈ മുദ്ര സഹായിക്കും. സമ്മർദ്ദം കുറയ്ക്കുകയും ആകുല ചിന്തകളും അനാവശ്യ ചിന്തകളും ഇല്ലാതാക്കുന്നതിനും ഈ മുദ്ര സഹായിക്കും. കൂടാതെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദത്തിന്റെ വ്യത്യസ്തത ഇല്ലാതാക്കി രക്തസമ്മർദ്ദത്തെ ക്രമപ്പെടുത്തുന്നതിന് ഈ മുദ്ര നിങ്ങളെ സഹായിക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് നാഗ് മുദ്രയാണ്. വളരെ ചെറിയ വീഡിയോ ആണ്. നമുക്ക് മുദ്ര എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പരിശോധിക്കാം. 2 കൈയും ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു മുദ്രയാണിത്. ഹസ്തമുദ്ര വിഭാഗത്തിൽ പ്രധാനപ്പെട്ട ഒരു മുദ്ര തന്നെയാണിത്. 2 കൈകളും ഇപ്രകാരം പിടിക്കുകയാണ് ആദ്യം വേണ്ടത്. വലത് കൈ അടിയിലായിട്ട് വെച്ചതിന് ശേഷം ഇടത് കൈ അതിന് മുകളിലായിട്ട് വയ്ക്കുക. അതിനുശേഷം വലത് കൈയുടെ തള്ളവിരൽ കൊണ്ട് ഇടത് കൈയുടെ കൈപ്പത്തിയുടെ മധ്യഭാഗത്ത് മൃദുവായി അമർത്തിപ്പിടിക്കുക. അതിനുശേഷം ഇടത് കൈയുടെ തള്ളവിരൽ കൊണ്ട് വലത് കൈയുടെ തള്ളവിരലിന് മുകളിൽ ചെറുതായിട്ട് മൃദുവായിട്ടൊന്ന് അമർത്തി വെക്കുക. 2 കൈയുടെയും കൈവിരലുകൾ ഇതേപോലെ അടുപ്പിച്ച് ചേർത്ത് വെക്കുക. വലത് കൈയുടെയും ഇടത് കൈയിലെയും
കൈവിരൽ ഇതേപോലെ കോണോട് കോൺ പോകുന്ന രീതിയിൽ പരസ്പരം കൈകൾ ചേർത്ത് വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് വലത് കൈയുടെ തള്ളവിരൽ ഒഴികെയുള്ള 4 വിരലുകൾ ഇടത്തോട്ടും ഇടത് കൈയുടെ തള്ളവിരൽ ഒഴികെയുള്ള 4 വിരലുകൾ വലത്തോട്ടും അല്പം ചരിഞ്ഞിരിക്കണം. അതായത് കോണോട് കോൺ പോലെ ഒരു എക്സ് ആകൃതിയിൽ കൈപ്പത്തിയെ ഇതേ പ്രകാരം വെച്ചുകൊണ്ട് ചെയ്യുക. ഇങ്ങനെയാണ് പൊതുവെ വരേണ്ടത്. മുദ്ര പിടിച്ചു കഴിയുന്ന അവസ്ഥയിൽ ഇതേ പ്രകാരത്തിൽ വരേണ്ടതാണ്. ഒന്നുകൂടി ഒന്ന് പരിശോധിക്കാം. വലത് കൈ അടിയിൽ ഇതേപോലെ വിരലുകൾ ചേർത്ത് വയ്ക്കുക. വലത് കൈ അടിയിൽ ഇടത് കൈ കോണോട് കോണാകുന്ന രീതിയിൽ ഇതേപോലെ വയ്ക്കുക. അതിനുശേഷം വലത് കൈയുടെ തള്ളവിരൽ കൊണ്ട് ഇടത് കൈയുടെ കൈപ്പത്തിയുടെ മധ്യഭാഗത്ത് മൃദുവായി ഒന്ന് അമർത്തുക. ഇടതു കൈയുടെ തള്ളവിരൽ കൊണ്ട് വലത് കൈയുടെ തള്ളവിരലിനെ ഇപ്രകാരം അമർത്തിപ്പിടിക്കുക. ഇരു കൈകളും ചേർത്ത് നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. ഇപ്രകാരം ഈ അവസ്ഥയിലാണ് മുദ്ര ഉപയോഗിക്കേണ്ടത്. ഇതാണ് ശരിയായിട്ടുള്ള മുദ്ര പ്രയോഗിക്കുന്ന രീതി. ഇപ്രകാരം പിടിച്ച് നമുക്ക് സ്വസ്ഥമായിട്ട് ഏതെങ്കിലും യോഗാസനത്തിൽ ഇരിക്കാൻ അറിയാവുന്നവർക്ക് യോഗാസനത്തിൽ ഇരുന്നുകൊണ്ട് ഇത് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ കസേരയിലോ സാധാരണ ഏതെങ്കിലും പായവും മറ്റും വിരിച്ച് നിലത്ത് ചമ്രം പടഞ്ഞോ ഒക്കെ ഇരിക്കാം. അതിനും സാധിക്കാത്തവർക്ക് കിടന്നുകൊണ്ടും ഈ മുദ്ര ചെയ്യാം. ഈ മുദ്ര ഇപ്രകാരം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് സാധാരണ ശ്വാസക്രമത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക. ഇപ്രകാരം കൈവച്ചുകൊണ്ട് മുദ്ര പിടിച്ചുകൊണ്ട് ദീർഘശ്വാസം എടുത്തു വിടുകയും ആകാം. അത് കൂടുതൽ ഫലപ്രദമാണ്. മൂക്കിലൂടെ ശ്വാസം എടുത്തുകൊണ്ട് മൂക്കിലൂടെ തന്നെ ശ്വാസം വിടുകയും മൂക്കിലൂടെ അകത്തേക്ക് എടുത്തുകൊണ്ട് വായിലൂടെ വിടുകയും ഒക്കെ ആകാം. ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഈ മുദ്ര കുറച്ചു നേരം നിങ്ങൾ പിടിക്കുക. 15 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ നിങ്ങൾക്ക് ഈ മുദ്ര പ്രയോഗിക്കാവുന്നതാണ്. അങ്ങനെ പ്രയോഗിക്കുന്ന പക്ഷം ഈ മുദ്രയുടെ പൂർണ്ണ പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കും. ഈ മുദ്ര നിത്യം വിശ്രമിക്കാനായി കിടക്കുന്ന നേരത്തും ഒക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഫലപ്രദമാണ്. ആ സമയത്ത് ധ്യാനവും സംഗീതവും ഒക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതുമാണ്. ഇനി നമുക്ക് ഈ മുദ്രയുടെ പ്രയോജനത്തെ ഒന്ന് പരിശോധിക്കാം. ഈ മുദ്ര നിത്യം ചെയ്യുക വഴി നമ്മളുടെ ആന്തരിക ശക്തി വർദ്ധിക്കുന്നു. ഒരു മനുഷ്യന് സാധിക്കാത്തതായിട്ട് ഒരു കാര്യവുമില്ല. എല്ലാ മനുഷ്യരിലും അഭൗമമായിട്ടുള്ള വളരെ വലിയ ശക്തി ഒളിഞ്ഞിരിപ്പുണ്ട്. അത് നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് മാത്രമാണ്. എല്ലാവരും മിടുക്കന്മാരാണ്, അതീന്ദ്രിയമായിട്ടുള്ള കഴിവുള്ളവരാണ്. ആ കഴിവുകളെ തിരിച്ചറിഞ്ഞ് നമ്മളുടെ ആത്മശക്തിയെ വർദ്ധിപ്പിക്കുന്ന പക്ഷം നമുക്ക് സാധിക്കാത്തതായിട്ട് ഒരു കാര്യവുമില്ല. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ഏതൊരു മനുഷ്യനും സഹായിക്കും. അതിന് ആദ്യം വേണ്ടത് നമ്മുടെ ശക്തിയെ നാം തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ മുദ്ര പ്രയോഗിക്കുന്നതിലൂടെ നമ്മുടെ ആന്തരിക ശക്തിയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും നമ്മളുടെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കുവാനും നമ്മളുടെ കഴിവുകളെ കണ്ടെത്തുവാനും ഒക്കെ അത് കാരണമാകും. അങ്ങനെ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവും വിവേകവും വർദ്ധിക്കുകയും നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് വേർതിരിച്ചറിയാനുള്ള നമ്മളുടെ കഴിവ് വർദ്ധിക്കുകയും ഒക്കെ ചെയ്യും. കൂടാതെ നന്മയും തിന്മയും ശരിയായ രീതിയിൽ വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് ഈ മുദ്ര നമ്മെ സഹായിക്കും. അതുവഴി നമുക്ക് ആത്മീയമായിട്ടുള്ള ഉന്നതങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. നമ്മുടെ ആത്മശക്തി വർദ്ധിക്കുക വഴി ഭൗതികമായിട്ടുള്ള ഉന്നതങ്ങളിലേക്കും നമുക്ക് എത്തിപ്പെടാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും അവരുടെ ആത്മശക്തി വർദ്ധിപ്പിക്കുന്നത് വഴി ആ പ്രവർത്തന മേഖലയിൽ അവർക്ക് പൂർണ്ണമായിട്ട് അവരുടെ കഴിവിനെ പുറത്തെടുത്ത് അതിൽ വിജയിക്കുന്നതിന് ഈ മുദ്ര നിങ്ങളെ സഹായിക്കും. വളരെ പ്രയോജനകരമായിട്ടുള്ള മുദ്രയാണ്. വളരെ എളുപ്പം നമുക്ക് ഈ മുദ്ര ചെയ്യുവാനും സാധിക്കും. വളരെ സിമ്പിളായിട്ട് ഇപ്രകാരം ചെയ്തുകൊണ്ട് ഈ മുദ്രയുടെ പ്രയോജനം നിങ്ങൾ നേടിയെടുക്കുക. നിരവധി മുദ്രകൾ ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു. നിരവധി മുദ്രകൾ ഇനിയും പരിചയപ്പെടുത്താനുണ്ട്. നിങ്ങൾക്കിത് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 27 നക്ഷത്രങ്ങളെയും വളരെ പരിശ്രമത്തിൽ വിശകലനം ചെയ്തുകൊണ്ട് ഞാൻ വീഡിയോ തയ്യാറാക്കി അവതരിപ്പിച്ചു കഴിഞ്ഞു. ആ വീഡിയോകൾ നിങ്ങൾ കാണുക. അത്രയേറെ പരിശ്രമം ആ വീഡിയോയ്ക്ക് പുറകിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും പ്രോത്സാഹനം ഓരോ നക്ഷത്രത്തെക്കുറിച്ചും അറിയാനുള്ള കാര്യങ്ങൾ എന്നുള്ള വീഡിയോയ്ക്ക് നൽകണം. കർക്കിടക മാസമാണ്, മഴക്കാലമാണ്. ശാരീരികമായിട്ട് ക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മാസമാണ്. ആരോഗ്യം ശ്രദ്ധിക്കേണ്ട ഒരു മാസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന മുദ്രയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്.
ഈ മഴക്കാലത്ത് നമ്മളുടെ ചർമ്മത്തിലെ ശ്വേതഗ്രന്ഥികളെല്ലാം തന്നെ വിയർപ്പ് പോകാതെ തന്നെ അടിഞ്ഞുകൂടി വിഷാംശങ്ങളൊക്കെ ശരീരത്തിൽ വ്യാപിക്കാനുള്ള സാധ്യത ഉള്ളതായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കർക്കിടകത്തിൽ പ്രത്യേകമായിട്ടുള്ള ഔഷധ സേവ നാം പണ്ടുകാലം മുതലേ ശീലിച്ചിരുന്നത്. എന്നാൽ ഇന്ന് പലർക്കും അത് സാധ്യമാകാത്തതിനാൽ അത്തരത്തിൽ കർക്കിടക മാസത്തിൽ ഈ മഴക്കാല കെടുതിയിൽ നമ്മുടെ ശരീരത്തിൽ ധാരാളം ടോക്സിനുകൾ അടങ്ങിയിരിക്കാനും അടിഞ്ഞുകൂടാനും ഒക്കെ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ അടിഞ്ഞുകൂടുന്ന ടോക്സിനുകളെ ഇല്ലാതാക്കി ശരീരത്തെ ആരോഗ്യപൂർണ്ണമാകാൻ സഹായിക്കുന്ന ഒരു മുദ്രയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഹസ്തമുദ്ര വിഭാഗത്തിലെ പ്രധാനപ്പെട്ട ഒരു മുദ്ര തന്നെയാണിത്. ഹസ്തമുദ്രകളിൽ നിരവധി മുദ്രകൾ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. ഹസ്തമുദ്രകൾ പ്രാപഞ്ചിക ഊർജത്തെ നമ്മളുടെ ശരീരത്തിൽ കൊണ്ടുവന്ന് അത് വേണ്ട രീതിയിൽ ക്രമീകരിച്ച് നമ്മളുടെ ശരീരത്തിന് ആരോഗ്യവും രോഗങ്ങളിൽ നിന്ന് മുക്തിയും നൽകുന്നതിന് സഹായിക്കുന്നതാണ്. യോഗശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട മുദ്രയായിട്ടുള്ള നിർമ്മൽ മുദ്രയാണ് അതിനായിട്ട് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. മുദ്ര എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും മുദ്ര ചെയ്താലുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണെന്നും ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്രകാരം രണ്ടു കൈയിലും പ്രത്യേകമായിട്ട് ചെയ്യുന്ന ഒരു മുദ്രയാണ്. തള്ളവിരലിന്റെ അഗ്രത്തെ നമ്മളുടെ മറ്റു 4 വിരലുകളിൽ, അതായത് നടുവിരലിന്റെയും മോതിരവിരലിന്റെയും ഇടയിലായിട്ട് തള്ളവിരലിന്റെ അഗ്രത്തെ വെക്കുന്ന മുദ്രയാണ് നിർമ്മൽ മുദ്ര. ഇതേ പ്രകാരം വെച്ചതിന് ശേഷം മറ്റ് വിരലുകൾ ഇതേപോലെ നിവർത്തി പിടിക്കുക. ഇപ്രകാരം നോക്കുക. തള്ളവിരലിന്റെ അഗ്രഭാഗം മോതിരവിരലിന്റെ അടിഭാഗത്ത് ഇപ്രകാരം തൊട്ട് പിടിച്ചുകൊണ്ട് ഇതിന് രണ്ടിന്റെയും ഇടയിലായിട്ട് വെക്കുകയാണ് ചെയ്യേണ്ടത്. മോതിരവിരലിന്റെ അടിഭാഗത്തായിട്ട് ഇപ്രകാരം വെച്ചതിന് ശേഷം വിരലുകൾ നിവർത്തി പിടിക്കുക. ഇതിനെയാണ് നിർമ്മൽ മുദ്ര എന്ന് പറയുന്നത്. വളരെ എളുപ്പം ലളിതമായിട്ട് ചെയ്യാവുന്നതാണ്. ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ പോലും നമുക്ക് നിർമ്മൽ മുദ്ര ചെയ്യാവുന്നതാണ്. നമ്മളുടെ ശരീരത്തിൽ ടോക്സിനുകൾ അടിഞ്ഞുകൂടുന്നതാണ് നമ്മളുടെ ആരോഗ്യ പ്രശ്നത്തിന് പ്രധാന കാരണം. വിഷാംശങ്ങളെ നീക്കം ചെയ്യാൻ ഈ കർക്കിടക മാസത്തിൽ വളരെ ശരീരം ക്ലേശിക്കേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് നമ്മളുടെ ചർമ്മങ്ങളും നമ്മളുടെ വൃക്കകളും ഒക്കെ വളരെ ക്ലേശിക്കുന്നുണ്ട്. എളുപ്പത്തിൽ നമുക്ക് ഇത്തരം വിഷാംശങ്ങളെ നീക്കം ചെയ്യാൻ സാധിക്കുന്ന ഒരു മുദ്രയാണ് ഈ നിർമ്മൽ മുദ്ര. മറ്റ് മുദ്രകളിൽ നിന്ന് പ്രത്യേകമായിട്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മുദ്ര കിടന്നുകൊണ്ടാണ് ചെയ്യേണ്ടത്. ഇരുന്നുകൊണ്ട് ചെയ്യാൻ പാടില്ല. മറ്റു മുദ്രകളെല്ലാം തന്നെ ഏതെങ്കിലും സ്വസ്ഥമായിട്ടുള്ള ആസനങ്ങളിൽ ഇരുന്നു കൊണ്ട് ചെയ്യാം. കസേരയിൽ ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും നിന്നുകൊണ്ടും നടന്നുകൊണ്ടും ഒക്കെ മറ്റു മുദ്രകൾ ചെയ്യാമെങ്കിൽ ഈ മുദ്ര കിടന്നുകൊണ്ട് മാത്രമാണ് ചെയ്യേണ്ടത്. ഈ മുദ്ര നമുക്ക് 10-15 മിനിറ്റ് തുടർച്ചയായിട്ട് ചെയ്തതിനു ശേഷം അത് മുറിച്ചതിന് ശേഷം പിന്നീട് വീണ്ടും ഇതേപോലെ ആവർത്തിച്ച് അങ്ങനെ 3-4 പ്രാവശ്യം ഒരു ദിവസം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഉപവാസം എടുക്കുന്ന ദിവസങ്ങളിലൊക്കെ ഈ മുദ്രയെ ചെയ്യുന്നത് വിശേഷ ഫലത്തെ നൽകും എന്നാണ് പറയുന്നത്. അതുകൂടാതെ 3-4 ദിവസം തുടർച്ചയായിട്ട് പഴവർഗ്ഗങ്ങൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് ഈ മുദ്രയെ 3-4 പ്രാവശ്യം ചെയ്താൽ വളരെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ശരീരത്തിന് ലഭിക്കുമെന്നാണ് നമ്മളുടെ ഗ്രന്ഥങ്ങൾ പറയുന്നത്. വളരെ ലളിതമായിട്ട് ചെയ്യാം. ഒരിക്കൽ കൂടി ഒന്ന് പറയാം. മോതിരവിരലിന്റെ അടിഭാഗത്ത് ഇപ്രകാരം തള്ളവിരലിന്റെ അഗ്രം മുട്ടിക്കുക. മറ്റ് വിരലുകൾ നിവർത്തി പിടിക്കുക. മറ്റ് 4 വിരലുകളും നിവർത്തി പിടിക്കുക. തള്ളവിരല് മോതിരവിരലിന്റെയും നടുവിരലിന്റെയും ഇടയിലായിട്ട് വെച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. ഇപ്രകാരമാണ് ചെയ്യേണ്ടത്. വളരെ ലളിതമായിട്ട് ഏതൊരു വ്യക്തിക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഇനി നമുക്ക് ഈ മുദ്ര ചെയ്താലുള്ള പ്രയോജനങ്ങളെ ഒന്ന് നോക്കാം. 3 പ്രധാനപ്പെട്ട പ്രയോജനങ്ങളാണ് ഈ മുദ്ര ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുക. പ്രധാനപ്പെട്ട പ്രയോജനം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായിട്ട് അടിഞ്ഞുകൂടുന്ന വിഷവസ്തുക്കൾ, അതായത് ടോക്സിനുകളാണ് നമ്മളുടെ രോഗങ്ങൾക്കെല്ലാം കാരണം. അത്തരത്തിലുള്ള ടോക്സിനുകൾ അടിഞ്ഞുകൂടിയവയെ പുറന്തള്ളുന്നതിന് ഈ മുദ്ര സഹായിക്കും. രണ്ടാമത്, ശരീരത്തെ അതുവഴി ശുദ്ധീകരിക്കാനായിട്ട് ഈ മുദ്ര സഹായിക്കുന്നതാണ്. മൂന്നാമത്, മനസ്സിലെ വിഷാദ ചിന്തകളെ മാറ്റി നമ്മളുടെ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും നൽകുന്നതിനും ഈ മുദ്ര സഹായിക്കും. ഇപ്രകാരം 3 പ്രധാനപ്പെട്ട പ്രയോജനങ്ങളാണ് ഈ മുദ്ര ചെയ്താൽ നമുക്ക് ലഭിക്കുക. യാതൊരു നഷ്ടവുമില്ല. ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക. ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിക്കുക. നിർമ്മൽ മുദ്രയുടെ പ്രയോജനങ്ങൾ നിങ്ങൾ അനുഭവിച്ചറിയുക. ഹാറിംഗൈറ്റിസ് മുദ്ര. ഹാറിംഗൈറ്റിസ് എന്ന് പറയുന്നത് തൊണ്ടയിലെ നീർവീക്കമാണ്. നിരവധി രോഗങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഒരു രോഗമാണ് ഹാറിംഗൈറ്റിസ്. തൊണ്ടയിലുണ്ടാകുന്ന നീർവീക്കം അത് ഇല്ലാതാക്കാനായിട്ട് യോഗശാസ്ത്രത്തിൽ പറയുന്ന മുദ്രയാണ് ഹാറിംഗൈറ്റിസ് മുദ്ര.
ഇത് രണ്ട് കൈയും പ്രത്യേകമായിട്ട് ചെയ്യേണ്ട ഒരു മുദ്രയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ മിയോ മുദ്ര, ഹൈപ്പർ ടെൻഷൻ മുദ്ര, ലോ ബ്ലഡ് പ്രഷർ മുദ്ര എന്നീ മുദ്രകൾ പരിചയപ്പെടുത്തിയിരുന്നു. വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. അമിതമായിട്ടും രക്തസമ്മർദ്ദത്തെ ഇല്ലാതാക്കാനുള്ള 3 മുദ്രകളാണ് ഞാൻ അത് പരിചയപ്പെടുത്തിയിരുന്നത്. ഇത് തൊണ്ടയിലെ നീർവീക്കം ഇല്ലാതാക്കാനുള്ള ഫാരിഞ്ചൈറ്റിസ് മുദ്രയിലേക്ക് നമുക്ക് കടക്കാം. ഈ മുദ്ര വളരെ എളുപ്പം ചെയ്യാവുന്നതാണ്. യോഗാസനത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നവർ യോഗാസനത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്യുക. അല്ലാതുള്ളവർ കസേരയിലോ മറ്റോ ഇരുന്നുകൊണ്ട് ഏത് സമയത്തും ചെയ്യാവുന്നതാണ്. നമുക്ക് മുദ്ര എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. 2 കൈയുടെയും ഇപ്രകാരം മോതിര വിരൽ മടക്കി കൈവെള്ളയുടെ മധ്യഭാഗത്തായിട്ട് അഗ്രം അമർത്തി വയ്ക്കുക. ഇപ്രകാരം അമർത്തി വെച്ചതിന് ശേഷം തള്ളവിരലും ചൂണ്ടുവിരലിന്റെയും അഗ്രങ്ങൾ തമ്മിൽ യോജിപ്പിക്കുക. മറ്റ് 2 വിരലുകളും ഇപ്രകാരം നിവർത്തി വയ്ക്കുക. ഇപ്രകാരമാണ് ഫാരിഞ്ചൈറ്റിസ് മുദ്ര ചെയ്യേണ്ടത്. മോതിര വിരലുകൾ കൈവെള്ളയുടെ മധ്യഭാഗത്തായിട്ട് അഗ്രം അമർന്നിരിക്കുന്ന രീതിയിൽ ചെയ്യുക. തള്ളവിരൽ കൊണ്ട് നടുവിരലിന്റെ അഗ്രങ്ങൾ, തള്ളവിരലിന്റെയും നടുവിരലിന്റെയും അഗ്രങ്ങൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുക. മറ്റ് 2 വിരലുകൾ ചൂണ്ടുവിരലും ചെറുവിരലും നിവർത്തി പിടിക്കുക. ഇപ്രകാരം ഇരു കൈയിലും ചെയ്യുക. ഇങ്ങനെയാണ് ഫാരിഞ്ചൈറ്റിസ് മുദ്ര ചെയ്യേണ്ടത്. ഈ മുദ്ര 10 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. തുടർച്ചയായിട്ട് ചെയ്യാൻ സാധിക്കാത്തവർ ചുരുക്കി ചെയ്യുക. 10 മിനിറ്റിന്റെ ഗുണിതങ്ങളായിട്ട് ചെയ്യാവുന്നതാണ്. ഇത് സ്ഥിരമായിട്ട് ചെയ്യുക വഴി തൊണ്ടയിലെ നീർവീക്കം ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ രോഗത്തിന് ശമനം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. യോഗശാസ്ത്രത്തിൽ ആരോഗ്യത്തോടുകൂടി ജീവിക്കാനായിട്ട് ഉള്ള ഒരു ഏറ്റവും ലളിതമായ ഉപാധിയാണ് മുദ്രകൾ. ഹസ്തമുദ്രകൾ കൊണ്ട് നമുക്ക് എല്ലാ രോഗങ്ങളെയും ഇല്ലാതാക്കാം, ആരോഗ്യത്തോടുകൂടി ജീവിക്കാം. യോഗശാസ്ത്രത്തിൽ പറയുന്ന ലഘുവായിട്ടുള്ള മറ്റൊരു ആരോഗ്യ ജീവനം പദ്ധതിയാണ് ചെറു ചൂടുവെള്ളം. തൊണ്ടയിലെ നീർവീക്കമുള്ളവർ ഇടയ്ക്കിടയ്ക്ക് ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നു. അതുകൂടാതെ തന്നെ ഉപ്പും അല്പം മഞ്ഞളും ചേർത്തുകൊണ്ട് ഉള്ള വെള്ളം കവിൾ കൊള്ളുക, അതും ഈ രോഗത്തിന് വളരെ പെട്ടെന്ന് ശമനം കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പൊ ഇപ്രകാരം മുദ്രയും ആരോഗ്യ ജീവനവും ഉപയോഗിച്ചുകൊണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മളുടെ രോഗങ്ങളെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്നതാണ്. മുദ്രാ വിജ്ഞാനത്തിൽ ഇന്ന് ഞാൻ അവതരിക്കുന്നത് പൂഷാൻ മുദ്ര എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രയാണ്. ഹസ്തമുദ്രകളിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു മുദ്രയാണിത്. ഇത് സൂര്യഭഗവാന്റെ മുദ്രയായിട്ടാണ് പറയപ്പെടുന്നത്. ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുമ്പോൾ ഒരു പുതിയ പ്രഭാതം രൂപം കൊള്ളുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്താനും പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ നേട്ടങ്ങൾ സംഭവിക്കുവാനും ഒക്കെ സഹായിക്കുന്നത് ഈശ്വരനാണ് സൂര്യൻ. സൂര്യന്റെ ശക്തി നമ്മളുടെ ശരീരത്തിലേക്ക് ആവാഹിക്കുന്നതിന് വേണ്ടി ഈ മുദ്രയെ നമുക്ക് ഉപയോഗിക്കാം. സൂര്യൻ ആഹാരത്തിന്റെയും പൂർത്തീകരണത്തിന്റെയും ദേവതയാണ്. ഈ മുദ്ര ഹസ്തമുദ്രകളിൽ പെടുന്നതാണ്. 2 കൈയിലും പ്രത്യേകം മുദ്രകളാണ് ഈ പൂഷാൻ മുദ്രയിൽ ചെയ്യേണ്ടത്. 2 മുദ്രകളുടെ ഒരു സംയോജനമാണ് ഈ മുദ്ര. അതുകൊണ്ട് തന്നെ വിശേഷങ്ങളായിട്ടുള്ള നിരവധി ഗുണങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. പഞ്ചപ്രാണ മുദ്രകളായിട്ടുള്ള അപാനമുദ്രയുടെയും വ്യാനമുദ്രയുടെയും ഒരു കോമ്പിനേഷനാണ് ഈ പൂഷാനമുദ്ര. ഇടത് കൈയിൽ അപാനമുദ്രയും വലത് കൈയിൽ വ്യാനമുദ്രയും ചെയ്യുക എന്നുള്ളതാണ് പൂഷാനമുദ്രയുടെ രീതി. ഇനി നമുക്ക് മുദ്ര എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇടത് കൈയിൽ അപാനമുദ്ര പിടിക്കുക. തള്ളവിരൽ, നടുവിരൽ, മോതിരവിരൽ, ഈ 3 വിരലുകളുടെ അഗ്രങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ചെറുവിരൽ, ചൂണ്ടുവിരൽ ഇവ നിവർത്തി പിടിക്കുക. ഇത് ഇടത് കൈയിലാണ്. ഇടത് കൈയുടെ തള്ളവിരൽ, നടുവിരൽ, മോതിരവിരൽ എന്നീ വിരലുകളുടെ അഗ്രങ്ങൾ കൂട്ടി യോജിപ്പിക്കുക. മറ്റ് 2 വിരൽ നിവർത്തി പിടിക്കുക. വലത് കൈയിൽ വ്യാനമുദ്രയാണ് ചെയ്യേണ്ടത്. വലത് കൈയുടെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ ഈ വിരലുകളുടെ അഗ്രങ്ങൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുക. ഈ വിരലുകളുടെ അഗ്രങ്ങൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുക. മറ്റ് 2 വിരലുകൾ ചെറുവിരൽ, മോതിരവിരൽ ഇവ നിവർത്തി പിടിക്കുക. ഇപ്രകാരം 2 കൈയിലുമായിട്ട് പ്രത്യേക രീതിയിൽ ചെയ്യുകയാണ് പൂഷാനമുദ്രയുടെ രീതി. നേരത്തെ ഞാൻ 2 വീഡിയോ ആയിട്ട് അപാനമുദ്രയും വ്യാനമുദ്രയും പഞ്ചപ്രാണമുദ്രകൾ എല്ലാം തന്നെ അവതരിപ്പിച്ചിരുന്നു.
പഞ്ചപ്രാണമുദ്രകളില് അപാനമുദ്രയുടെയും വ്യാനമുദ്രയുടെയും കോമ്പിനേഷനാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോകൾ കാണുക. അപാനമുദ്രയുടെയും വ്യാനമുദ്രയുടെയും ഒക്കെ പ്രയോജനങ്ങൾ കണ്ട് അതിന്റെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും എന്റെ സ്ക്രീനിലും കാർഡിലും ഒക്കെ ആയിട്ട് വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും ആ വീഡിയോകൾ കാണുക, അതിന്റെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുക. ഇപ്രകാരം പൂഷാനമുദ്ര പിടിച്ചുകൊണ്ട് 10 മുതൽ 45 മിനിറ്റ് വരെ നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. ഏത് സമയത്തും ചെയ്യാവുന്ന മുദ്രയാണ്. എങ്ങനെ ഇരുന്നു കൊണ്ടും ചെയ്യാവുന്ന മുദ്രയാണ്. കസേരയിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ നിലത്ത് പായ വിരിച്ചുകൊണ്ട് യോഗാസനങ്ങളിൽ ഇരുന്നു കൊണ്ടോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഏത് സമയത്തും ഇരുന്നു കൊണ്ട് TV കാണുമ്പോഴോ വിശ്രമിക്കുമ്പോഴോ ഒക്കെ നിങ്ങൾ ചെയ്യുക ഈ മുദ്രയുടെ പ്രയോജനം തീർച്ചയായിട്ടും അനുഭവിച്ചറിയുക. ഇനി നമുക്ക് ഈ മുദ്ര ചെയ്താൽ എന്തെല്ലാം പ്രയോജനങ്ങൾ ലഭിക്കും, എന്തെല്ലാം രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സാധിക്കും എന്നൊന്ന് പരിശോധിക്കാം. ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു മുദ്രയാണിത്. ഗ്യാസ് ട്രബിൾ ഇല്ലാതാക്കുന്നതിനും തലച്ചോറിന്റെ പ്രവർത്തനത്തെ ക്രമപ്പെടുത്തുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒരു മുദ്രയാണ് പൂഷാനമുദ്ര. ഓക്കാനം, ഛർദിൽ എന്നീ രോഗങ്ങൾക്ക് നല്ല ഒരു പ്രതിവിധിയാണ് പൂഷാനമുദ്ര. നിരന്തരമായിട്ട് ഛർദിലുള്ളവർക്കും ഓക്കാനം, കുളിച്ചു തികട്ടൽ എന്നീ രോഗങ്ങളുള്ളവർക്കും ഒക്കെ തീർച്ചയായിട്ടും ഈ മുദ്ര ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഫലസിദ്ധി ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇപ്രകാരം ദഹനവുമായിട്ട് ബന്ധപ്പെട്ട് തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു ശാശ്വത പരിഹാരമാണ് പൂഷാനമുദ്ര. പൂഷാനമുദ്ര പിടിക്കുന്ന രീതി ഒന്നുകൂടെ നോക്കുക. ഇടത് കൈയിൽ അപാനമുദ്ര, വലത് കൈയിൽ വ്യാനമുദ്ര. അപാനമുദ്ര എങ്ങനെയാണ് എന്ന് നോക്കി മനസ്സിലാക്കുക, അതുപോലെ ചെയ്യുക. വ്യാനമുദ്ര വലത് കൈയിൽ പിടിക്കുക. ഒരിക്കൽ കൂടി ഈ മുദ്ര നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ മുദ്രയുടെ പ്രയോജനം കിട്ടട്ടെ, എല്ലാവരും ആരോഗ്യത്തോടെ ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.